കണ്ണൂരിൽ വെച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ കടന്നാക്രമിക്കുകയാണ് ഉണ്ടായത്. ആക്രമണത്തിന്റെ ഫലമായി അവർ വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ ഇത്രയും ഹീനമായ വിധത്തിലുള്ള ഒരു ആക്രമണോത്സുകത, വ്യക്തിപരമായ ആക്രമണോത്സുകത, അതും ഒരു വനിതാ മന്ത്രിക്കെതിരെ കാണിക്കുന്ന സംഭവം കേരളത്തിൽ ആദ്യമായിട്ടാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് അപമാനകരമായി കാണുകയും അങ്ങേയറ്റം നിഷ്ഠൂരമായി ഈ പ്രവൃത്തി അപലപിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സംഭവങ്ങളെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ അവരുടെ വസതിയിൽ അവരില്ലാത്ത നേരം നോക്കി ഒരു റീത്ത് സമർപ്പിച്ചത്. ആ റീത്ത് സമർപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടുള്ള ബോധപൂർവമായ ഒരു പ്രക്ഷോഭമായി ഈ സമരത്തെ കാണേണ്ടി വരും. കരിങ്കൊടി കാണിക്കൽ ഒരു നേതാവ് ആ വ്യക്തിയെ തടഞ്ഞു വെച്ചുകൊണ്ടല്ല. തടഞ്ഞു വെക്കുമ്പോൾ തന്നെ കുറെ കരുതലുകൾ വേണം. അവർക്ക് കരിങ്കൊടി കാണിക്കാൻ പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇത് വീണ ജോർജിനെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തിയ ഒരു തെറ്റായ ഒരു നിലപാടാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ സമരങ്ങളുടെ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ടതും അപഹാസ്യവും ക്രൂരവുമായ ഒരു സമരം നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം പ്രകോപനപരമായ സമര പരിപാടികളിൽ നിന്നും ബന്ധപ്പെട്ടവർ മാറി നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ അപലപിക്കണം. ഇതിനെതിരെ ജനമനസ്സ് ഉയർന്നു വരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.